വെൽക്കം ബാക്ക് ടു എജു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ജോഗ്രഫിയുടെ മാപ്പാണ്. എങ്ങനെ നമുക്ക് മാപ്പിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാം. ദെൻ നമ്മുടെ മാപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കണം. ആൻസർ അറിഞ്ഞിട്ട് സ്റ്റേറ്റ് എവിടെയാണെന്ന് അറിയാതിരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് ലഭിക്കാൻ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ നോട്ട്സ് മാത്രമല്ല, ഡെയിലിയുള്ള സ്റ്റഡി പ്ലാൻസ് ആയിക്കോട്ടെ, നമ്മുടെ ജോഗ്രഫിയുടെ ഓരോ ചാപ്റ്റേഴ്സിനെയും വളരെ സൂക്ഷ്മമായിട്ട് മൈക്രോബിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ദെൻ ഓൾ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ദെൻ നമ്മുടെ എജുപോർട്ട് ന്യൂ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പബ്ലിക് എക്സാമിൻ്റെ റിവിഷൻ ബാച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എക്സ്ക്ലൂസീവ് സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെന്റേഴ്സ് ആൻഡ് വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്. ദെൻ ഫുൾ ചാപ്റ്ററിൻ്റെ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് ആൻഡ് AI ഡൗട്ട് ക്ലിയറൻസും, ദെൻ സബ്ജക്റ്റ് വൈസ് ക്ലബ്സ്. ദെൻ നമ്മുടെ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും റിവിഷൻ ആൻഡ് മോഡൽ എക്സാമുകളായിരിക്കും. ദെൻ 3 സെറ്റ് ഓഫ് എക്സാംസ്. അതുപോലെ തന്നെ പേഴ്സണൽ മെന്ററിങ്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് എന്താണ് വേണ്ടത് ഫുൾ മാർക്കാണ് അല്ലേ? ഇത് ഷുവറാണ്, ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. A+ ആണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്നാൽ നോക്കാലോ, പ്രധാനപ്പെട്ട മാപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് മാപ്പിന് 4 മാർക്കാണ് അല്ലേ? 4 മാർക്കിൻ്റെ ഓരോ മാർക്കിനായിട്ടുള്ള 4 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാപ്പ് നിങ്ങൾ +1 നിങ്ങൾ എഴുതിയവരായിരിക്കും. ദെൻ കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾ മാപ്പിൽ എഴുതിയവരായിരിക്കും. ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടാകും, ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മാപ്പിൽ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ ആൻസർ അറിയുമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അവിടെ കൊണ്ടുപോയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, തുറമുഖ നഗരങ്ങളെ അല്ലെങ്കിൽ തുറമുഖങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഒരിക്കലും ആ സ്റ്റേറ്റിൻ്റെ സെൻട്രലിൽ പോയിട്ടൊന്നും കൊണ്ടുപോയിട്ട് മെൻഷൻ ചെയ്യരുത്. എവിടെ മെൻഷൻ ചെയ്യണം, നമുക്കറിയാം. ഇവിടെ നിങ്ങൾ ഈ മാപ്പ് കണ്ടല്ലോ അല്ലേ? ഈ മാപ്പിൻ്റെ എവിടൊക്കെയായിരിക്കും നമ്മുടെ പോർട്ടുകൾ ഉണ്ടാവുക? ദെൻ നമ്മുടെ വെസ്റ്റ് ഭാഗമാണ്, ഈസ്റ്റേൺ ഭാഗമാണ്, സൗത്ത്, നോർത്ത്. അപ്പോൾ നോർത്തിൽ നമുക്ക് എന്തില്ല, ഓഷൻ ഒന്നുമില്ല. ദെൻ വെസ്റ്റ് ഭാഗത്തും ഈസ്റ്റേൺ ഭാഗത്തും സൗത്ത് ഭാഗത്തുമാണ് നമുക്ക് വാട്ടർ ബോഡി ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ വെസ്റ്റേൺ ഭാഗത്തും ഈസ്റ്റേൺ ഭാഗത്തുമാണ് ഉള്ളത്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണോ അതിൻ്റെ ഈ സെൻട്രലിൽ പോയി നിങ്ങൾ എന്ത് കൊണ്ടുപോയിട്ട് മെൻഷൻ ചെയ്യരുത്. മുംബൈ പോർട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ ആ മഹാരാഷ്ട്രയാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് കുത്തിട്ടാൽ എന്താകും, അത് തെറ്റായിട്ടേ മാർക്ക് ചെയ്യുള്ളൂ, മാർക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഇതിന് ഈ കണ്ടോ, ഈ ഏരിയാസ് ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളിലായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പോർട്ടുകൾ മെൻഷൻ ചെയ്യുവാൻ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്നാവാ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ബിഗ്ഗസ്റ്റ് പോർട്ട് ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ആൻസറിൽ ഏത് സ്റ്റേറ്റിലാണെന്നും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ്? മുംബൈ പോർട്ടാണ് ആണല്ലോ. അത് ഏത് സ്റ്റേറ്റിലാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് കണ്ടെത്തുന്നു അല്ലേ? ഇതാണ് നമ്മുടെ മഹാരാഷ്ട്ര. കണ്ടല്ലോ, മഹാരാഷ്ട്ര സ്റ്റേറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിൽ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് കുത്തും? ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ, ഏറ്റവും കരഭാഗത്താണ് നമ്മൾ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഏത് പറയുന്നത്, ഏതാണ്? മുംബൈ പോർട്ട്. കണ്ടോ, മുംബൈ പോർട്ട് അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ.
കുറച്ച് വ്യക്തത കുറവുണ്ടോ? ഓക്കെ, അപ്പോൾ എന്താ ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ, ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യണം. മുംബൈ പോർട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ മറ്റൊരു ചോദ്യമാണ്, ഒന്നാമത്തെ നമ്മൾ കവർ ചെയ്തു. സെക്കൻഡ് വൺ, ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എവിടെയാണ്? താൽച്ചർ ആണല്ലേ. അതേതാ സ്റ്റേറ്റ്? ഒഡീഷ. അപ്പൊ ഇതിൽ ഒഡീഷ ഏതാണെന്ന് ആദ്യം കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ഒഡീഷ. ഓക്കെ, ഇതിൽ ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യുക. ഓക്കെ, താൽച്ചർ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദ സ്റ്റേറ്റ് വിച്ച് രജിസ്റ്റേർഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഇവിടെ സ്റ്റേറ്റ് ആണ് ചോദിച്ചത്. ഏതാണ്? നാഗാലാൻഡ് ആണ്. അപ്പൊ ഈ കുഞ്ഞത് കണ്ടോ നിങ്ങൾ, ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് ഏത്? നാഗാലാൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നാഗാലാൻഡ് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ സ്റ്റേറ്റ് കോൺട്രിബ്യൂട്ട് മോർ ദാൻ ഹാഫ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ടീ ഇൻ അവർ കൺട്രി. അപ്പോൾ രാജ്യത്തെ തേയില ഉൽപാദനത്തിന്റെ പകുതിയിലധികം സംഭാവന ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മക്കളെ? അസം ആണല്ലേ. അപ്പോൾ അസം എവിടെ? കണ്ടോ, ഈ സ്റ്റേറ്റ് ആണ് നമ്മുടെ അസം. അപ്പൊ നമ്മൾ അസം മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് വിത്ത് ദ ഹയസ്റ്റ് അർബൻ പോപ്പുലേഷൻ. ഏറ്റവും ഉയർന്ന നഗര ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അറിയാലോ, എമൗണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്ര. ദ ഈസ്റ്റേൺ മോസ്റ്റ് മില്യൺ സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള ദശലക്ഷ നഗരം കൊൽക്കത്ത. അപ്പൊ നമ്മുടെ കൊൽക്കത്ത ഏത് സ്റ്റേറ്റിലാണ്? ഏതാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ എവിടെയാണ്? ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വെസ്റ്റ് ബംഗാൾ വരുന്നത്. ഇതിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തെ കൊൽക്കത്ത നിങ്ങൾ മെൻഷൻ ചെയ്യണം. ദെൻ the steel plant which was set up in collaboration with Germany. ജർമ്മനിയുടെ സഹകരണത്തോടെ നിർമ്മിക്കപ്പെട്ട ഉരുക്കുശാല ഏതാണ്? റോർക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ്. ഒഡീഷയിലാണ്. ഓക്കെ, അപ്പൊ ഒഡീഷയാണ് ഇത് അല്ലെ, റോർക്കേല സ്റ്റീൽ പ്ലാന്റ്, RSP. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മാർക്കറ്റ് ബേസ്ഡ് ഓയിൽ റിഫൈനറി ഇൻ ബീഹാർ. സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബീഹാറിലെ ഒരു കമ്പോള അധിഷ്ഠിത എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് ബീഹാർ എവിടെ? ഈ സ്റ്റേറ്റ് ആണ് നമ്മുടെ ബീഹാർ. ഓക്കെ, അപ്പൊ ഏതാ വരുന്നത്? ഏതാണ്? ബറൂനി റിഫൈനറി അല്ലേ. ഞാൻ BR എന്ന് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യമാണ്, the southern most software technology park in India. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ത്യയുടെ ഏറ്റവും തെക്കേയുള്ള സോഫ്റ്റ്വെയർ സാങ്കേതിക ഉദ്യാനം എവിടെയാണ്? സദേൺ മോസ്റ്റ് ആണ്. അപ്പൊ ഏത് കൊടുക്കും? നമ്മുടെ ട്രിവാൻഡ്രം. അറിയാലോ, ഈ അറ്റം ഭാഗത്ത് ട്രിവാൻഡ്രം. ദെൻ സൗത്ത് ഭാഗത്താണ് നമ്മൾ എവിടെ കൊടുക്കും? ബാംഗ്ലൂർ ആണ് കേട്ടോ, കർണാടകയിലെ. ദെൻ വെസ്റ്റേൺ മോസ്റ്റ് സീ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ്? കണ്ട്ല പോർട്ട്, ഗുജറാത്ത്. കണ്ടല്ലോ, ഈ ലാസ്റ്റ് വരുന്നതാണ് ഗുജറാത്ത്. ഇതില് നമ്മുടെ കണ്ട്ല പോർട്ട് ഇവിടെ വരും കേട്ടോ. ഓക്കെ, കണ്ട്ല പോർട്ട്. ഓക്കെ, ദെൻ മറ്റൊന്നാണ് ആൻ അയോൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ കർണാടക. കർണാടകയിലെ ഒരു ഇരുമ്പുരുക്ക് ശാല ഏതാണ്? VISL. കർണാടക അറിയാലോ, ഇതാണ് കർണാടക സ്റ്റേറ്റ്.
VISL. അപ്പോൾ അതെന്ത് ചെയ്യുക? വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഭദ്രാവതി കൊടുക്കുക. ദെൻ ദ ലാർജസ്റ്റ് കോഫി പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓഫ് കോഴ്സ് കർണാടക അല്ലെ? കർണാടക അറിയാലോ. കർണാടക കൊടുക്കുന്നു. ദെൻ അടുത്ത ചോദ്യമാണ് പോർട്ട് ബേസ്ഡ് സ്റ്റീൽ ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ സ്റ്റേറ്റ് നെയിം ഉണ്ട്. തുറമുഖം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആന്ധ്രാപ്രദേശിലെ ഉരുക്കുശാല. അപ്പൊ ഏതാണ്? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ്. അപ്പൊ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആളെ കണ്ടോ? ഇതാണ് നമ്മുടെ AP ആന്ധ്രാപ്രദേശ്. അതിന്റെ വിശാഖപട്ടണം യെസ് ഇവിടെ ആയിട്ട് വരും കേട്ടോ. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നീരു മീരു വാട്ടർ കൺസർവേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? നീരു മീരു ജലസംരക്ഷണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് അറിയാലോ. അപ്പോൾ ആന്ധ്രാപ്രദേശ്. Then the port constructed to reduce the congestion of Kolkata port. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കുന്നതിനായി നിർമ്മിച്ച തുറമുഖം ഏതാണ്? ഹാൽദിയ പോർട്ട്. എവിടെ വരും? നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ വെസ്റ്റ് ബംഗാള്. അതിലെ കൊൽക്കത്ത പോർട്ട് തൊട്ടടുത്താണ് ഏത് വരുന്നത്? ഹാൽദിയ പോർട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ് അറിഞ്ഞിരിക്കണം, എന്നാലേ ആൻസർ അറിയുമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. then സ്റ്റേറ്റ് മാത്രമല്ല ചോദിക്കുക, ഇതുപോലെയുള്ള ഇൻഡസ്ട്രികളുടെ പേര് ചോദിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മാപ്പുകൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത്. then നമ്മുടെ ഈ നോട്ട്സ് ലഭിക്കാൻ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.